ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ 11ാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ പോം പോം വണ്ടി എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് മാത്രമല്ല, നമ്മൾ വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സും അതുപോലെ മറ്റ് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക, അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കൂട്ടുകാർക്കൂടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പാഠത്തിൽ പോകാം. 11ാമത്തെ പാഠം പോം പോം വണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം പാഠം വായിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നിങ്ങൾ ചിത്രത്തിൽ ആരെയൊക്കെയാണ് കാണുന്നത്? ഒരു വണ്ടി നിൽക്കുന്നുണ്ട് അല്ലേ? എന്ത് വണ്ടിയാണത്? അതെ, ഒരു കാറാണ്. എന്താണ് കാറിന്റെ നിറം ഇവിടെ? അതെ, കറുപ്പ് കളർ അല്ലേ? പിന്നെ ഏതൊക്കെ മൃഗങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്? മുയല്, കുരങ്ങൻ, കുറുക്കൻ, കരടി അല്ലേ? അപ്പൊ ഇവരെല്ലാരും കൂടെ രാവിലെ എന്തിനാണ്? പ്രഭാത സവാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ രാവിലെ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് എന്ത് കാണുന്നത്? അതെ, രാവിലെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് കണ്ടു? ഒരു കാട്ടിനുള്ള ഒരു കാറ് കണ്ടു. ഓക്കെ, കാട്ടിനുള്ള എന്ത് കാണുന്നവര്? ഒരു കാറ് കണ്ടു, ഒരു വണ്ടി കണ്ടു. അങ്ങനെ അവരെന്ത് ചെയ്യണം? ആ വണ്ടി കണ്ട് നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവം? അവർക്ക് അറിയുന്നില്ല അത് എന്താണെന്നല്ലേ. അപ്പൊ അവർ ആ വണ്ടി നോക്കി നിൽക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? പാഠം വായിക്കാം. പാഠത്തിന്റെ പേരെന്താണ്? പോം പോം വണ്ടി. കാട്ടിലൊരു വണ്ടി, പോം 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 വണ്ടി, വലിയ വണ്ടി, വയറുള്ള വണ്ടി, കറുത്ത വണ്ടി, കണ്ണുള്ള വണ്ടി. ഇനിയോ രണ്ടുപേരും നമ്മളിവിടെ എഴുതി ചേർക്കണം. എന്തൊക്കെ എഴുതാം? മൂക്കുള്ള വണ്ടി, ചുണ്ടുള്ള വണ്ടി, ഹോണുള്ള വണ്ടി, ഡോറുള്ള വണ്ടി അല്ലേ? അങ്ങനെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വണ്ടി തള്ളാൻ തുടങ്ങി. വണ്ടിനുള്ളിൽ ആരാണ് കയറിയിരിക്കുന്നത്? നോക്കൂ, ആരാണ്? കുരങ്ങാച്ചാര് അല്ലേ? അങ്ങനെ ഒരു തള്ളുകയാണ്. വണ്ടി നീങ്ങുമോ? ഇല്ല അല്ലെ? കാരണം എന്താ? വണ്ടിക്ക് ടയർ ഇല്ല. അപ്പൊ ഇത് കണ്ട കാക്ക എന്ത് പറയാണ്? ടയർ ഇല്ലാതെ വണ്ടി തള്ളുന്നേ, അഹഹാ. ഉറുമ്പ് എന്ത് പറഞ്ഞു? കയറ് കെട്ടി വലിച്ചോ എന്ന് പറയാണ് അല്ലെ? അങ്ങനെ നോക്കൂ, ആരാണ് കയറ് കെട്ടി വലിക്കുന്നത്? അതെ, മുന്നില് കരടി ഉണ്ട്. പുറകിൽ ആരാ ഉള്ളത്? ആനയുണ്ട്. സഹായിക്കാൻ ആരൊക്കെയാ? മുയലും കുരങ്ങനും ഉണ്ട്. കുരങ്ങൻ ഓടിക്കുന്നു അല്ലെ? കുറുക്കൻ തള്ളുന്നു. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വണ്ടി ഉണ്ട് ഐലസ. ഈ വാക്ക് ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. പുതിയ വാക്കാണ് ഐലസ. പോം പോം വണ്ടി ഐലസ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഡയലോഗ് വരിക? ഐലസ 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 ഐലസ. അങ്ങനെ ഒരു വണ്ടി തള്ളി തള്ളി ടയർ ഉരുണ്ട് ഐലസ ഒത്തുപിടിച്ചോ, ഐലസ ഐലസമാല ഐലസ. വണ്ടി മുരണ്ടു വണ്ടി ഉരുണ്ടു, ചടുകുടു ചടുകുടു. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ചടുകുടു. ഇവിടെ അടുത്തൊരു വാക്കാണ് ചടുകുടു. കണ്ടോ? ചടുകുടു വണ്ടിയുടെ ശബ്ദമാണ്. ചടുകുടു ചടുകുടു ചടുകുടു, പോം പോം ചടുകുടു. വണ്ടിക്ക് എന്തൊരു ചേല്, വണ്ടിക്ക് എന്തൊരു സ്പീഡ്. ഇനിയോ വണ്ടിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കവിതയാണ് കേട്ടോ. പലതരത്തിലുള്ള വണ്ടികളെ കുറിച്ചിട്ടാണ്. കടകട കടകട എന്ത് വണ്ടി? കാളവണ്ടി. കിനി 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 സൈക്കിൾ വണ്ടി. പോം 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 മോട്ടോർ വണ്ടി. ചുക് 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 തീവണ്ടി. ഓടും വണ്ടി ഒഴുകും വണ്ടി, പായും വണ്ടി പറക്കും വണ്ടി, ചീറും വണ്ടി ചിറകുള്ള വണ്ടി. നല്ല പാട്ട്, നല്ലൊരു പാട്ടാണ് അല്ലേ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാഹനങ്ങളെ തരംതിരിക്കാം. പലതരത്തിലുള്ള വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പലതരത്തിലുള്ള വണ്ടികളുണ്ട്, വാഹനങ്ങളുണ്ട്. ഇങ്ങനെയാ കരയിലൂടെ, അതായത് നമുക്ക് റോഡിലൂടെ ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട്. പിന്നെ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളുണ്ട്, ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളില്ലേ? അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പൊ കരയിലൂടെ എന്ന് കാണുന്ന ഈ കോളത്തിൽ കരയിലൂടെ ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ: കാറ്, ബസ്, തീവണ്ടി, സൈക്കിൾ, ഓട്ടോറിക്ഷ. ഇനി ഒരുപാടെണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ എഴുതി ചേർക്കുക. വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളോ? തോണി, കപ്പല്, ബോട്ട്, മുങ്ങിക്കപ്പൽ, പായ്വഞ്ചി. ആകാശത്തിലൂടെ പോകുന്നത് വിമാനം, ഹെലികോപ്റ്റർ, ജെറ്റ് അല്ലേ? ഇനി ഞാനും വാഹനവും. ഞാൻ കണ്ടവ, കയറിയവ, കയറാത്തവ. അതായത് നിങ്ങൾ കണ്ട വാഹനങ്ങളുടെ പേര് ഇവിടെ എഴുതുക. നിങ്ങൾ ഏതൊക്കെ വാഹനങ്ങൾ കയറിയിട്ടുണ്ട് അതാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾ കയറാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണ് അതാണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഞാൻ കണ്ടവയിൽ ഏതൊക്കെ എഴുതിയിട്ടുണ്ട്? കാറ്, ബസ്, തീവണ്ടി, സൈക്കിൾ, ഓട്ടോറിക്ഷ, തോണി, കപ്പൽ, വിമാനം. കയറിയവയില് കാറ്, ബസ്, തീവണ്ടി, സൈക്കിൾ, ഓട്ടോറിക്ഷ, തോണി, വിമാനം, വാന്. കയറാത്തവയില് ബോട്ട്, മുങ്ങിക്കപ്പൽ, പായ്വഞ്ചി, ഹെലികോപ്റ്റർ, ലോറി, ട്രാക്ടർ, JCB, അങ്ങനെ ജെറ്റ്. അങ്ങനെ നിങ്ങൾ കണ്ടവ എഴുതുക, കയറിയവ എഴുതുക, കയറാത്തവ എഴുതുക. മനസ്സിലായില്ലേ? അടുത്തത് ചിത്രം വരയ്ക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം കാണുന്ന ഈ കോളത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിന്റെ ചിത്രം വരയ്ക്കുക. ആ വാഹനത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു 4 വരി നിങ്ങൾ എന്ത് ചെയ്യാൻ എഴുതിയും കൂടെ ചേർക്കണം കേട്ടോ. ആ വാഹനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുക? എഴുതി ചേർക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനമാണ് തീവണ്ടി. കരയിലൂടെ യാത്ര ചെയ്യാൻ തീവണ്ടി ഉപയോഗിക്കാം.
തീവണ്ടിപ്പാളങ്ങളിൽ കൂടെയാണ് തീവണ്ടി നീങ്ങുക. യാത്രക്കാരെ കയറ്റാനും ഇറക്കാനും തീവണ്ടി സ്റ്റേഷനുകൾ ഉണ്ട്. തീവണ്ടിയിൽ ഒരുപാട് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ സാധിക്കുന്നു. തീവണ്ടി യാത്ര നല്ല രസകരമായിരിക്കും. നമ്മൾ തീവണ്ടിനെ കുറിച്ച് വളരെ ചുരുക്കിയിട്ട് 4 വരി എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തിന്റെ ചിത്രം വരച്ചിട്ട് ആ വാഹനത്തെ കുറിച്ച് 4 വരി എഴുതുക കേട്ടോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അടുത്തത് കഥ പറയാം എഴുതാം. അപ്പൊ നമ്മൾ അടുത്ത നമ്മുടെ കഥയുടെ തുടർച്ചയായിട്ട് ഇവിടെ എഴുതാൻ പറയുകയാണ്. അവർ ആ കാറും കൊണ്ട് എവിടെ വന്നു? വർക്ക്ഷോപ്പിൽ വന്നു. വർക്ക്ഷോപ്പിൽ വേഗം അറ്റകുറ്റപ്പണികൾ ആ വണ്ടിന്റെ എല്ലാം മാറ്റുകയാണ് അല്ലെ, പാർട്ടൊക്കെ മാറ്റി അതിനെ എന്താക്കി മാറ്റി? ഒരു വിമാനമാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? കഥയാക്കി എഴുതാം. മനസ്സിലായില്ലേ? അവർ വണ്ടി ഉന്തിത്തള്ളി പട്ടണത്തിലെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. അവർ വണ്ടിക്ക് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ജോലിക്കാരോട് പറഞ്ഞു കൊടുത്തു. അവരുടെ പ്രധാന ആവശ്യം തന്നെ എല്ലാവർക്കും ഒരേ സമയം യാത്ര ചെയ്യണം. അങ്ങനെ ജോലിക്കാർ പണി തുടങ്ങി. അവസാനം പണി പൂർത്തിയാക്കി വണ്ടി ഇറക്കി. മുയലും കുരങ്ങനും കരടിയും കുറുക്കനും വണ്ടി കാണാൻ ഓടി വന്നു. അവർ വണ്ടി കണ്ട് അത്ഭുതപ്പെട്ടു. ആ പഴയ വണ്ടിയുടെ രൂപമെല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ ആ വണ്ടി നല്ല ഭംഗിയുള്ള ഒരു വിമാനമായിരിക്കുന്നു. അവർ സന്തോഷത്തോടെ വർക്ക്ഷോപ്പിൽ ജോലിക്കാരോട് നന്ദിയും പറഞ്ഞുകൊണ്ട് വിമാനത്തിൽ കാട്ടിലേക്ക് പറന്നു. കണ്ടോ? കാട്ടിലൂടെ പറക്കുകയാണ് അല്ലെ. അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും? എഴുതും. എന്തൊക്കെയായിരിക്കും അവർ കണ്ട കാഴ്ചകൾ? താഴെ നിരന്നു കിടക്കുന്ന മലനിരകൾ, പച്ചപ്പരവതാനി വിരിച്ച പാടങ്ങൾ അല്ലെ. എന്താണ്? പച്ചപ്പരവതാനി വിരിച്ച പോലെ പാടങ്ങൾ, കളകളം ഒഴുകുന്ന പുഴ, പിന്നെയോ പുഴയിലൂടെ തോണി തുഴഞ്ഞു പോകുന്ന മനുഷ്യർ, പട്ടം പറത്തി കളിക്കുന്ന കുട്ടികൾ അല്ലെ. അങ്ങനെ അവരെന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? അതാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. അവർ താഴെ കണ്ട കാഴ്ചകൾ കേട്ടോ. അടുത്തത് കണ്ടെത്താം, എഴുതാം, വരയ്ക്കാം. കടങ്കഥയാണ്. വാഹനങ്ങളെ കുറിച്ചുള്ള കടങ്കഥയാണ്. അറകളുണ്ട്, മുറികളുണ്ട്, നീളമുള്ള വണ്ടി, ചൂളമുണ്ട്, പാളമുണ്ട്, ചീറി വരും വണ്ടി. ഏതാ? തീവണ്ടി അല്ലേ. അടുത്തത് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും. എന്താ ഉത്തരം? എന്താ? വേഗം പറഞ്ഞേ. എന്താണ് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായുന്നത്? ആരാ? സൈക്കിൾ. അടുത്തത് വലിയ വണ്ടിയാണ്, ഏറെ സീറ്റുകളുണ്ട്, ഏറെ യാത്രക്കാർക്ക് കയറാം, ടിക്കറ്റ് തരാൻ കണ്ടക്ടർ ഉണ്ട്. ഏത് വണ്ടിയാ? ബസ് അല്ലേ. അടുത്തത് ഇതുപോലെ നിങ്ങൾ ഈ കാണുന്ന തോണിയെ കുറിച്ചൊരു കടങ്കഥ ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്തെഴുതാം? ജലത്തിലൂടെ യാത്ര പോകും, മനുഷ്യരെ കയറ്റി കരയിലെത്തിക്കും, നീക്കാൻ എന്ത് വേണം? തുഴ വേണം. ആരാ? തോണി. ഞങ്ങൾ ആരൊക്കെ? എഞ്ചിനുമില്ല, പുകയുമില്ല, പെട്രോളും വേണ്ട, ഡീസലും വേണ്ട. അങ്ങനെയുള്ള വാഹനങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. നമുക്ക് ഏതൊക്കെ എഴുതാം? സൈക്കിൾ, കാളവണ്ടി, തോണി, കുതിരവണ്ടി, വഞ്ചി, സൈക്കിൾ റിക്ഷ അല്ലേ. അടുത്തത് കളിവണ്ടി നിർമ്മിക്കാനാണ് പറയുന്നത്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഇതുപോലെ എന്ത് ചെയ്ത് നോക്കാനാണ് പറയേണ്ടത്? കളിവണ്ടി ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കളിവണ്ടി ഉണ്ടാക്കിയ രീതി കണ്ടോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? കളിവണ്ടി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും കൂടെ പറയാൻ പറയുന്നുണ്ട്. എന്തൊക്കെ ഉപയോഗിച്ചാണ് നിങ്ങൾ എന്തുണ്ടാക്കിയത്? അതെ, നിങ്ങൾ ആ കളിവണ്ടി നിർമ്മിച്ചതെന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെയ്ത് നോക്കുക, കളിവണ്ടി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പാഠം 11ാമത്തെ ചാപ്റ്റർ പോം വണ്ടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്